ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 9. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോൽപബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണഃ ക്ഷയായ ജഗദോഹിതാഃ. വിവർത്തനം: ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെട്ടവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു. ഭാവാർത്ഥം: ആസുര സ്വഭാവികൾ ലോകനാശത്തിലേക്ക് നയിക്കുന്ന ദുഷ്കർമ്മങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇക്കൂട്ടർക്ക് ബുദ്ധി കുറവാണെന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു. ഈശ്വരൻ എന്തെന്നറിയാത്ത ഭൗതികതാവാദികൾ തങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർ ബുദ്ധിഹീനരും ബോധശൂന്യരുമാണെന്ന് ഭഗവത്ഗീത പറയുന്നു. ഈ ഭൗതിക ലോകം ആവുന്നത്ര ആസ്വദിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഇന്ദ്രിയ സുഖലബ്ധിക്ക് ഉതകുന്ന എന്തെങ്കിലും ഉപാധികൾ കണ്ടുപിടിക്കുന്നതിൽ സദാ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം ഭൗതികങ്ങളായ കണ്ടുപിടുത്തങ്ങൾ മാനവ സംസ്കാരത്തെ മുന്നോട്ടു നയിക്കുമെന്നാണവർ കരുതുന്നത്. ഫലമോ ജനങ്ങൾ അധികമധികം അക്രമാസക്തരും നിഷ്ഠൂരന്മാരുമാകുന്നു. മൃഗങ്ങളോടും മനുഷ്യരോടും കൂടുതൽ ക്രൂരത കാട്ടുന്നു. അന്യോന്യം എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് രൂപമില്ല. അസുര സ്വഭാവികളുടെ ഇടയിലാണ് മൃഗഹിംസ മുന്നിട്ട് നിൽക്കുന്നത്. ഇക്കൂട്ടരെ ലോകവൈരികളെന്നാണ് കണക്കാക്കുന്നത്. കാരണം ഈ അസുരപ്രകൃതിക്കാർ ഒടുവിൽ സർവസംഹാരിയായ ഒന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കും. ആധുനിക ലോകത്തിൻ്റെ വൻ നേട്ടമായി കരുതുന്ന അണ്വായുധത്തെക്കുറിച്ച് ഈ ശ്ലോകം പരോക്ഷമായി പ്രവചിച്ചിരിക്കുകയാണ്. ഏതൊരവസരത്തിലും മഹായുദ്ധമുണ്ടാവാം. അണ്വായുധങ്ങൾ നാശം വിതയ്ക്കാം. അവ ലോകസംഹാരത്തിനു വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടവയാണ്. ഇതിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈശ്വരവിശ്വാസമില്ലാത്തതുകൊണ്ടാണ് മനുഷ്യ സമൂഹം അത്തരം ആയുധങ്ങൾ കണ്ടുപിടിച്ചത്. ലോകക്ഷേമത്തിനോ സമാധാനത്തിനോ വേണ്ടി അല്ല തന്നെ. ശ്ലോകം 10. കാമമാശ്രിത്യ ദുഷ്പൂരം ദംഭമാനമദാന്യുതാഃ മോഹാദ്ഗൃഹീത്വാ സത്ഗ്രാഹാൻ പ്രവർത്തന്തേ ശുചിവ്രതാഃ. വിവർത്തനം: അടക്കാനാവാത്ത കാമം പൂണ്ടും ദംഭം, ദുരഭിമാനം എന്നിവയിൽ മുഴുകി വ്യാമോഹിതരുമായ ആസുര സ്വഭാവികൾ ക്ഷണികമായതിൽ ആകൃഷ്ടരായി എന്നും വൃത്തിഹീനമായ കർമ്മങ്ങൾ ചെയ്തു വരുന്നു. ഭാവാർത്ഥം: അസുര മനോഭാവത്തെ ഇതിൽ വിവരിക്കുന്നു. എപ്പോഴും അസംതൃപ്തമാണവരുടെ കാമം. ഒരിക്കലും തൃപ്തി വരുത്താനാവാത്ത സുഖഭോഗാസക്തി വളർന്നുകൊണ്ടേയിരിക്കും. ഈ നേട്ടങ്ങൾ നശ്വരങ്ങളാണെന്നതുകൊണ്ട് അവയെക്കുറിച്ചുള്ള ആകുലതയും ഒപ്പം വളർന്നു വരുന്നുണ്ടെങ്കിലും മായാമോഹിതരായി അവയ്ക്കു വേണ്ടിയുള്ള പ്രയത്നം തുടരുന്നു. അജ്ഞാനികളായ അവർക്ക് അറിഞ്ഞുകൂടാ തെറ്റായ വഴിക്കാണ് തങ്ങൾ പോകുന്നതെന്ന്. നശ്വരങ്ങളായവയെ സ്വീകരിച്ച് അസുര സ്വഭാവികൾ തങ്ങളുടേതായ ഈശ്വരനെ സൃഷ്ടിക്കുന്നു. സ്വയം കീർത്തനങ്ങളുണ്ടാക്കി വാഴ്ത്തുന്നു. അവർ ലൈംഗികാസ്വാദനത്തിലേക്കും ധനസമ്പാദനത്തിലേക്കും അധികമധികം ആകൃഷ്ടരായിത്തീരുന്നു എന്നതാണതിൻ്റെ ഫലം. അശുചിവ്രതാഃ, മലിനമായ ശീലങ്ങൾ എന്ന പദപ്രയോഗം വിശേഷാൽ ശ്രദ്ധേയമാണ്. മദ്യം, സ്ത്രീകൾ, ചൂതുകളി, മാംസഭോജനം എന്നിവ മാത്രമാണ് അസുരപ്രകൃതക്കാരെ ആകർഷിക്കുന്നത്. ഇതാണ് അവരുടെ അശുദ്ധി. മലിനമായ ശീലങ്ങൾ മിഥ്യാഹങ്കാര പ്രേരിതമായി അവർ വേദസമ്മതങ്ങളല്ലാത്ത ചില മതസിദ്ധാന്തങ്ങളെ ആവിഷ്കരിക്കാറുണ്ട്. ഇക്കൂട്ടർ കേവലം നിന്ദയെ അർഹിക്കുന്നുള്ളൂ. എങ്കിലും ലോകം ചില കൃത്രിമോപായങ്ങൾ കൊണ്ട് അവർക്ക് പൊള്ളയായൊരു ബഹുമതി സൃഷ്ടിച്ചു കൊടുക്കുന്നു. നരകത്തിലേക്ക് വഴുതിയിറങ്ങുമ്പോഴും തങ്ങൾ ശരിക്കും മുന്നേറുകയാണെന്ന് അവർ കരുതുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.